ഞാൻ കരുതിയത്. എന്തായാലും അങ്ങേക്ക് ഈ ഭിന്നക തറവാട്ടിലേക്ക് സ്വസ്വാഗതം. വന്നാലും എന്താ ഭിന്നകം? എനിക്ക് അങ്ങയെ മറക്കാൻ പറ്റുമോ? നിങ്ങളില്ലാതെ ഞങ്ങളുണ്ടോ? നമ്മളെല്ലാവരും ഗണിത കുടുംബത്തിലെ അംഗങ്ങളല്ലേ? മാറി മാറി താമസിക്കുന്നു എന്നല്ലേ ഉള്ളൂ. എന്തായാലും അങ്ങ് വന്ന കാര്യം നിൽക്കാതെ ഇരുന്നാലും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? മക്കൾക്കെല്ലാം സുഖം തന്നെയല്ലേ? കുട്ടികൾക്കെല്ലാം സുഖം. എല്ലാവരും നാനാരംഗത്ത് സജീവം. ഇവിടെ മറ്റാരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും അകത്തുണ്ട്. കാപ്പി സൽക്കാരത്തിനൊപ്പം എല്ലാവരെയും വിശദമായി തന്നെ പരിചയപ്പെടാം. മോളെ പൂർണ്ണസംഖ്യ, അദ്ദേഹത്തിന് ചായ നൽകൂ. ഇപ്പോൾ അങ്ങേക്ക് ചായ നൽകിയത് എന്റെ മൂത്ത മകളായ പൂർണ്ണസംഖ്യയാണ്. മോളെ എന്റെ കുടുംബത്തെ പരിചയപ്പെടുത്തൂ. അവൾ പൂജ്യം, അവൾ നൂറസംഖ്യ. ഇവർ മൂന്നും എന്റെ കുട്ടികളാണ്. ഞാൻ എണ്ണൽ സംഖ്യ. എനിക്ക് അനേകം മക്കളുണ്ട്. അവരിൽ ചിലരാണ് ഇവർ. 1, 2, 3. ആദ്യമായി ഈ ലോകം കണ്ടത് ഞാനാണ്. ആദ്യം മൃഗങ്ങളുടെയും ആളുകളുടെയും ഒക്കെ കണക്കെടുക്കലായിരുന്നു എന്റെ ജോലി. എന്നാൽ ഇപ്പോൾ ബാങ്ക്, ആശുപത്രി തുടങ്ങി എല്ലാ മേഖലകളിലും മേധാവിത്വമുണ്ട്. ഞാനില്ലാതെ ആർക്കും ജീവിക്കാനേ പറ്റില്ല. എനിക്ക് കുടുംബമില്ല. ശൂന്യതയുടെ സൂചകമാണ് ഞാനെങ്കിലും ലക്ഷവും കോടിയും കണക്കാക്കാൻ ഞാനില്ലാതെ പറ്റില്ല. സംഖ്യകളിൽ അക്കങ്ങളുടെ സ്ഥാനവില പറയാൻ ഞാൻ തന്നെ വേണം. 10ന്റെ കൃത്രിമങ്ങൾ ഉപയോഗിച്ചാണ് സ്ഥാനവില പറയുന്നത്. ഞാനാണ് ഇലയിലെ ന്യൂനസംഖ്യ. എനിക്ക് വിവിധ കുടുംബമുണ്ട്. അവരിൽ ചിലരാണ് ഇവർ. -1, -2, -3, -4. ഇതാണ് എന്റെ കുടുംബം. ആദ്യമൊക്കെ കുറെ നഷ്ടക്കണക്കുകൾ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എവിടെയും ഞാൻ വേണം. ലോകത്തിലെ തണുപ്പിന്റെ അളവ് പറയുവാനും എൻട്രൻസ് പരീക്ഷയിൽ മാർക്ക് ഇടാനും ഞാൻ വേണം. തെറ്റായ ഉത്തരത്തിന് നെഗറ്റീവ് മാർക്ക് കൊടുക്കാനുള്ള പതിവുണ്ട്. മോളെ ഭിന്നം, നിന്നെയും നിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന് പരിചയപ്പെടുത്തും. ഇത് എന്റെ കുടുംബത്തിലെ ചിലരാണ്. ചേച്ചിയായ പൂർണ്ണസംഖ്യ നീളമുളക്കുമ്പോഴും ഹരണക്രിയ ചെയ്യുമ്പോഴും ഒക്കെ ഞാനും കുടുംബവുമാണ് മെയിൻ സഹായികൾ. കാലത്ത് വരുന്ന മിൽമ പാക്കറ്റ് അര ലിറ്ററിന് 11.5 രൂപ എന്ന് എന്റെ വിവിധ രൂപങ്ങളല്ലേ പറയുന്നത്. ഭിന്നത്തിന് പല രൂപങ്ങളെന്ന് പറഞ്ഞല്ലോ, അതൊന്നും കാണിച്ചു തരൂ. ഇത് നോക്കൂ. 3/2, 6/4, 1.5. ഇവർ മൂന്നും ഒരാൾ തന്നെയാണ്. മറ്റൊന്നിതാ 1/2.5. ഇവർ രണ്ടും ഒരാൾ തന്നെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നെഗറ്റീവ് സംഖ്യകളും ഉണ്ട്. -5/3, -1, 2/3. ഇവർ രണ്ടും ഒരാൾ തന്നെയാണ്. മറ്റൊന്നിതാ -10/2, -5. ഇവർ രണ്ടും ഒരാൾ തന്നെ. ഒരു നെഗറ്റീവ് ഭിന്നസംഖ്യയെ തന്നെ ഇങ്ങനെ 3 രൂപത്തിൽ എഴുതാം. പൂർണ്ണസംഖ്യ, ഭിന്നസംഖ്യ ഇവരാണ് തങ്ങളുടെ കുട്ടികൾ. മക്കളോ ഇവരുടെ കുടുംബാംഗങ്ങളാണ് അല്ലേ? ഇവരിൽ ഒരാളെ മാത്രം കണ്ടില്ലല്ലോ. അതെ, പൂർണ്ണസംഖ്യകൾ, ഭിന്നസംഖ്യകൾ ഇവരെല്ലാം ചേർന്നാൽ ഭിന്നക കുടുംബമായി. എണ്ണൽ സംഖ്യകൾ അവരുടെ ന്യൂനങ്ങൾ 0, ഭിന്നസംഖ്യകൾ അവരുടെ ന്യൂനങ്ങൾ. ഇവരെല്ലാം ഈ ഭിന്നക തറവാട്ടിലെ അംഗങ്ങൾ തന്നെയാണ്. എല്ലാവരെയും x/y എന്ന രൂപത്തിൽ എഴുതാം. 5നെ 5/1 എഴുതുന്നത് പോലെ, 0നെ 0/1 എഴുതുന്നത് പോലെ. ഇവിടെ പങ്കെടുക്കാൻ കഴിയാതെ പോയ എന്റെ മറ്റൊരു സഹോദരനുണ്ട്, അഭിന്നക സംഖ്യകൾ. അവനെ മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പരിചയപ്പെടുത്താം. എല്ലാവരെയും കാണാനും പരിചയപ്പെടുന്ന സാധിച്ചതിൽ സന്തോഷം. ഒരു ദിവസം ഞങ്ങളുടെ തറവാട്ടിലേക്ക് വരിക, എല്ലാവരെയും പരിചയപ്പെടും.